മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷികം ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നേതാക്കൾ പുഷ്പചക്രം അർപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ T. സിദ്ദിഖ്, മോൻസ് ജോസഫ്, ബെന്നി ബെഹനാൻ MP, നാട്ടകം സുരേഷ് MLA, മതനേതാക്കൾ, ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നേതാക്കൾ VIP-മാരാവുന്ന കാലം കഴിഞ്ഞെന്നും ജനങ്ങളാണ് VIP-കളെന്നും അത് തെളിയിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും VIP-കളാകുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന്റെ ശൈലിയെ മാറ്റി ജനങ്ങളാണ് VIP എന്നുള്ളൊരു കൾച്ചർ, സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ അവരെയാണ് VIP-മാരായിട്ട് കണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭരണതലത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്ന ജനങ്ങളുടെ, ഒരു ജനപ്രതിനിധിയുടെ മുന്നിലേക്ക് വരുന്ന ജനങ്ങളുടെ ആവലാതികളും സങ്കടങ്ങളും കേൾക്കുക മാത്രമല്ല, ആ കേൾക്കുന്നത് കേട്ടിട്ട് ഇവിടെ കളയുക മാത്രമല്ല, അതിന്റെ അവസാനം വരെ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് ആ ജനപ്രതിനിധി ജനസേവകനായിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ജനസേവനത്തിന്റെ കാലഘട്ടമായിരുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് 37.5 മണിക്കൂറെടുത്തു അദ്ദേഹത്തിന്റെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഇവിടത്തേക്ക് വരാൻ. ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ സെക്രട്ടേറിയറ്റ് തുറന്നു കൊടുത്തത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആഴ്ചതോറുമുള്ള മാധ്യമ സമ്മേളനങ്ങൾ, ഇത് രണ്ടും നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റ് നിർത്തലാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ വീണ്ടും ആദ്യം സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതോടൊപ്പം മാധ്യമ സമ്മേളനവും ആരംഭിച്ചു. അത് ജനങ്ങളിലേക്കുള്ള ട്രാൻസ്പെറൻസിയുടെ UDF-ന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഏറ്റവും വളരെയേറെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണക്കുറിപ്പുമായി മുഖ്യമന്ത്രി VD സതീശൻ. ഏത് പ്രതിസന്ധിയിലും ഉമ്മൻചാണ്ടി എന്നൊരാൾ ഫോണിന്റെ അല്ലെങ്കിൽ ഒരു നിവേദനത്തിന്റെ മറുതലയ്ക്കൽ ഉണ്ടെന്നതാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഉമ്മൻചാണ്ടി ആകാൻ ആർക്കും സാധിക്കില്ല. സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ ഓരോ പൊതുപ്രവർത്തകന്റെയും ചുമതലയാണെന്നും ഉമ്മൻചാണ്ടി നമ്മളെ പഠിപ്പിച്ചു. ഉമ്മൻചാണ്ടി ഇരുന്ന അതേ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. അവസാന ആശ്രയമായി തേടിയെത്തുന്നവർക്ക് മുന്നിൽ അവരുടെ ഉമ്മൻചാണ്ടിയാകുക എന്നതാണ് കാലം ആവശ്യപ്പെടുന്നതെന്നും VD സതീശൻ അനുസ്മരിച്ചു. ഉമ്മൻചാണ്ടിയുടെ മൂന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് അനുസ്മരണം നടന്നു. സർവ്വമത പ്രാർത്ഥനയോടെയാണ് പുഷ്പാർച്ചനയോടെയുമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അനുസ്മരണ സമ്മേളനം VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ശരി. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങ് വിവാദത്തിന്റെ വേദിയാക്കരുതെന്ന് മകനും MLA-യുമായ ചാണ്ടി ഉമ്മൻ. തന്റെ പിതാവിന്റെ ഏതു പരിപാടി നടത്തിയാലും അത് വിവാദമാകാറുണ്ട്. ഇവിടെയെങ്കിലും അത്തരം വിവാദങ്ങൾ കൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിലെ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചാണ്ടി ഉമ്മന്റെ പരാമർശം. മുഖ്യമന്ത്രി ഉച്ചയോടെ പുതുപ്പള്ളിയിൽ എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇവിടെ വിവാദത്തിന് വേദിയാക്കരുത്. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ പിതാവിൻ്റെ ഏത് ചടങ്ങ് നടത്തിയാലും ഇവിടെ വിവാദമാണ്. ഒന്നാം അനുസ്മരണം തൊട്ട് മൂന്നാം അനുസ്മരണം വരെയും വിവാദത്തിൻ്റെ ഘോഷയാത്രയാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തെ ഒഴിച്ച് ബാക്കി എല്ലാ വിവാദവും നടത്തിക്കോളൂ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് വിവാദത്തിൻ്റെ വേദിയായി പുതുപ്പള്ളിയിൽ അന്തി ഉറങ്ങുന്ന എൻ്റെ പിതാവിനെയും മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.